ഇപ്പൊ ടീച്ചർ എഴുതി വെച്ചേക്കുന്നൊക്കെ ആലോചിച്ച് സാങ്ഷി ഷെങ്ങും കൂടെ അപ്സെറ്റ് ആയിരിക്കും. അപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞ് ലിങ്ഷിയും ഇവരുടെ ഹോംവർക്ക് ഒക്കെ എടുത്തോണ്ട് വരാൻ വേണ്ടി സാങ്ഷിയെ ഹെൽപ്പിന് വിളിക്കും. അങ്ങനെ ഇവർ രണ്ടും കൂടെ എടുക്കാൻ പോകുമ്പോഴാണ് അറിയാതെ ടീച്ചറിന്റെ മറ്റേ ഡയറി ഇവർ ആ ബുക്കിന്റെ കൂടെ ഒന്നിച്ച് എടുത്തോണ്ട് പോകും. അതിനുശേഷം സാങ്ഷി ലിങ്ഷിയും കൂടെ ആ ബുക്കെല്ലാം എല്ലാവരുടെയും കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ജിൻഹാനും ആ ഡയറി കണ്ടിട്ട് ഇതെന്തോ സാധനം പറഞ്ഞ് ഞാൻ വായിച്ചു നോക്കും. അപ്പോഴാണ് അതിനകത്ത് ടീച്ചർ ഇവരെ കുറിച്ചൊക്കെ എഴുതിയേക്കുന്നത്. സാങ്ഷിക്ക് ഇഷ്ടപ്പെട്ട ഐഡില് ജിൻഹാനാന്ന് അറിഞ്ഞിട്ട ടീച്ചർ അവനെ അവളുടെ അടുത്ത് ഇരുത്തിയത്. എന്നിട്ട് അവള് പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ് ടീച്ചർ ഇങ്ങനെ ദേഷ്യത്തെ എഴുതിയേക്കും. ഇതൊക്കെ വായിച്ചു നോക്കി ജിൻഹാൻ ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരെല്ലാരും കൂടെ ഇവരെന്തോ നോക്കുന്നെന്ന് പറഞ്ഞ് അടുത്തേക്ക് വരും. അപ്പോഴാണ് ടീച്ചറും ഇവർ ഓരോരുത്തരെയും കുറിച്ച് സ്നേഹത്തോടെ കുറെ എഴുതിയേക്കും. അങ്ങനെ ഷെങ്ങിന് ഇഷ്ടപ്പെട്ടത് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞ് അവന്റെ അച്ഛനെ പറഞ്ഞ് സമാനാക്കിയത് ടീച്ചറാണ്. അങ്ങനെ ഇതൊക്കെ വായിച്ചു നോക്കി അവര് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അതേസമയം ടീച്ചറും അവരുടെ ഡയറി നോക്കുമ്പോൾ അവിടെ കാണത്തില്ല. അതോടെ ഹോംവർക്കിന്റെ കൂടെ അത് എടുത്തുണ്ടോ എന്ന് പേടിച്ച് ടീച്ചർ പെട്ടെന്ന് ക്ലാസ്സിലേക്ക് വരും. അപ്പോഴാണ് ഇത് കണ്ട് അവരെല്ലാരും കൂടെ ആ ഡയറി എടുത്ത് ഒളിച്ചേക്കുന്നത്. അങ്ങനെ ടീച്ചറും പതിയെ ലിങ്ഷയുടെ അടുത്തേക്ക് വന്നിട്ട് നീല കളറിൽ വല്ല ഡയറി കണ്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവൾ അറിയത്തില്ലെന്ന് കള്ളം പറയും. കാരണം ഇവളും കൂടെ ചേർന്നാണ് അതൊക്കെ വായിച്ചോണ്ടിരുന്നത്. അതിനുശേഷം ടീച്ചറും ആ ഡയറി എവിടെ പോയെന്ന് പറഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷെങ്ങും സാങ്ഷിയെ ഡയറി കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അവൻ ടീച്ചറിനെ ഡൈവേർട്ട് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ സാങ്ഷി അവസാനം ആരും കാണാതെ ഡയറി വെച്ചിട്ട് ഇറങ്ങാൻ നോക്കുമ്പോഴാണ് അതിനുമുമ്പേ തന്നെ ടീച്ചർ വീണ്ടും അവരുടെ റൂമിൽ ചെന്നപ്പാന്ന് പറഞ്ഞ് അവിടേക്ക് വരും. അപ്പോഴാണ് കറക്റ്റ് അതേസമയം അവിടേക്ക് PT സാറും വന്നിട്ട് ഇവരുടെ ഡയറിക്കകത്ത് വെച്ച സിനിമയുടെ ടിക്കറ്റ് ഉണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് ടീച്ചറും ദേഷ്യത്തി അപ്പൊ നീ ആയിരുന്നു എന്റെ ഡയറി എടുത്തോണ്ടോ? ഞാൻ പിള്ളേരെല്ലാം ഇത് എടുത്തു കാണുന്ന പറഞ്ഞ് നാണം കിട്ടി. അതിനകത്ത് ഫണ്ണി ആയിട്ട് ഞാൻ കുറെ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്നോടുള്ള പേടിയും ഏതിന് ടീച്ചർ അറിയുമ്പോഴാണ് സാറും ഡയറി ഞാനൊന്നും എടുത്തില്ല, ഞാൻ അതിനകത്ത് വച്ചിട്ട് ആ ടേബിളിൽ തന്നെ വെച്ചല്ല. ഏതിന് ഇവർ രണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിൻഹാനും സാങ്ഷിയെ രക്ഷിക്കാൻ വേണ്ടി വരും. ടീച്ചറെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഏതിന് അവന് ടീച്ചറിനോട് ചോദ്യം ചോദിക്കുമ്പോഴാണ് സാങ്ഷി ആ സമയം കൊണ്ട് രക്ഷപ്പെട്ടവൻ പറയും. അപ്പോഴാണ് ടീച്ചർ ആ ബുക്ക് കണ്ടിട്ട് ഇതിനകത്ത് നിനക്ക് എന്തോ ഡൗട്ട്? ഏതിനെ ടീച്ചർ ചോദിക്കുമ്പോഴാണ് അവനും അല്ല ടീച്ചറെ ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ആ ഡൗട്ട് എന്തോന്ന് മറന്നുപോയി. ഏതിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുമ്പോഴാണ് ടീച്ചർ പിന്നെന്തിനും ഇവൻ ഇവിടേക്ക് ഒന്ന് ആലോചിച്ച് ടേബിളിനകത്ത് ഡയറി ഉണ്ടോ നോക്കാൻ പോകും. അപ്പോഴാണ് സാങ്ഷി വെച്ച ഡയറി അവിടെ ഇരിക്കുന്നത്. അതോടെ ടീച്ചർ സമ്മാനത്തി ആരും എടുത്തില്ലെന്ന് പറഞ്ഞിരിക്കും. അതിനുശേഷം ടീച്ചറും ക്ലാസ് എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് ടീച്ചറിനെ സന്തോഷപ്പെടുത്താൻ വേണ്ടി ഷെങ്ങും പെട്ടെന്ന് ആൻസർ അറിയാന്ന് പറഞ്ഞ് കൈവയ്ക്കൊണ്ടിരിക്കും. ഇത് കണ്ട് ടീച്ചർ ഷോക്കായി. സത്യത്തിൽ നിനക്ക് ആൻസർ അറിയാവല്ല, ചുമ്മാ കൈവെക്കുവാണോ? ഏതിന് ടീച്ചർ വയ്ക്കുമ്പോഴാണ് അവനും അയ്യോ എനിക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ അറിയാം, ടീച്ചർ ഓരോന്നും പഠിപ്പിച്ചോ, ഞാനായിരിക്കും ഉത്തരം പറയുന്നത്. ഏതിന് എല്ലാ ക്വസ്റ്റിനും ഇവൻ കൈവക്കി ആൻസർ പറയാൻ നോക്കും. അപ്പോഴാണ് ഇതൊക്കെ ടീച്ചറും കണ്ടിട്ട് ആൻസർ പറയുന്നത് വെറുതെ എന്തിനാ കൈവെക്കുന്നതെന്ന് സഹിച്ചോണ്ട് അതെല്ലാം കണ്ടോണ്ടിരിക്കും. അതിനുശേഷം ഇവരുടെ എക്സാമിന് വേണ്ടി പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഷെങ്ങിന് പെട്ടെന്നൊരു ഡൗട്ട് വരും. അതോടെ ഇത് സാങ്ഷിയോട് ചോദിക്കാന്ന് പറഞ്ഞ് അവന് കിങ്കോങ്ങിനെ ഫോം വിളിക്കാൻ നോക്കും. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഇവനെ പോലെ തന്നെ അവളൊരു മണ്ടിയാണ്. അതുകൊണ്ട് ജിൻഹാന്റെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞ് അവന് ഫോം വിളിക്കുമ്പോഴാണ് അതേസമയം ജിൻഹാൻ ഒരു ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഇവന്റെ മെസ്സേജ് കണ്ട് ജിൻഹാനും ഇവൻ ആ പ്രോബ്ലം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആ ഇന്റർവ്യൂ യൂസ് ചെയ്യും. അങ്ങനെ ഷെങ്ങിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ലൈവായിട്ട് ആ ഇന്റർവ്യൂ ആൻസർ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ജിൻഹാന് ഫിസിക്സിനെ കുറിച്ച് ഇത്രയൊക്കെ അറിയാവുന്ന അവന്റെ ഫാൻസ് എല്ലാവരും കൂടെ ഷോക്കാവും. അപ്പോഴാണ് ഷെങ് അവന്റെ ലൈവ് കണ്ടിട്ട് ഇവ എനിക്ക് വേണ്ടി ഇന്റർവ്യൂ സമയത്ത് ആൻസർ പറഞ്ഞിരുന്നു, കൊള്ളാം, ഫ്രണ്ട്സ് ആയ ഇങ്ങനെ വേണം. ഏതിന് അവനത് നോക്കി പഠിച്ചോണ്ടിരിക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ക്ലാസ് വെച്ച് ഇന്നലെ അവൻ പ്രോബ്ലം സോൾവ് ചെയ്തൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് സാങ്ഷിയും അവൻ എന്തിനെ പെട്ടെന്ന് ആൻസർ പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവനും പറയുന്നത് ഷെങ് ആ സമയത്ത് മെസ്സേജ് ഡൗട്ട് ചോദിച്ചോണ്ട ആ ഉത്തരം പറഞ്ഞെന്ന്. അപ്പോഴാണ് ഇവള് ഷോക്കായി. നിങ്ങൾ രണ്ടുപേരും അത്രയ്ക്ക് ക്ലോസ് ആയോ? അവന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണോ നീ ആ ലൈവ് യൂസ് ചെയ്ത്? എന്നിട്ട് ഇവള് ചോദിക്കുമ്പോൾ അവന് ചെറുതായിട്ട് നാണം വന്നിട്ട് പറയാ ഒന്നുമില്ലാത്തോണ്ട് അവന്റെ ക്വസ്റ്റിന് ഉത്തരം പറഞ്ഞെന്ന് പറയും. അതിനുശേഷം ഇവർ എക്സാം നടന്ന് റിസൾട്ട് വരുമ്പോഴാണ് സാങ്ഷി 40 പ്ലേസ് മുന്നോട്ട് പോകും. അതേസമയം ഷെങ് എത്ര നോക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ പറഞ്ഞ പോലെ 31 പ്ലേസ് മുന്നോട്ട് പോയി കാണും. അതോടെ അവന് സന്തോഷത്തി ഇനി എനിക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാന്ന് പറഞ്ഞ് സന്തോഷത്തിരിക്കും. അതിനുശേഷം സാങ്ഷിയും അവൾ ആദ്യമായിട്ട് ഇത്ര മാർക്ക് വാങ്ങിച്ച കാര്യം അവളുടെ പാരന്റ്സിനോട് പറയാൻ വരുമ്പോഴാണ് അമ്മയും അച്ഛനും കൂടെ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നല്ലോണം മാർക്ക് വാങ്ങിക്കാന്ന് പറയും. അപ്പോഴാണ് അവൾ അത് കേട്ടിട്ട് അച്ഛാ ഞാൻ പറയുന്നൊന്ന് കേക്ക്, ഞാൻ ഈ തവണ സെക്കൻഡ് ലാസ്റ്റ് അല്ലേ വാങ്ങിച്ചേക്കുന്നത്, ഞാൻ ഈ തവണ പാസ്സായി. ഏതിന് ഇവള് പറഞ്ഞോടെ അവരുടെ കൂടെ ഷോക്കാവും. അതിനുശേഷം എങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് അവളും പഠിക്കാൻ വേണ്ടി ജിൻഹാനെ ഹെൽപ്പ് ചെയ്തെന്ന് പറയും. അങ്ങനെ ഇത് കേട്ട് അവര് സന്തോഷത്തി ജിൻഹാൻ ഇവിടാണ് താമസിക്കുന്നത് പറഞ്ഞ് ഇവളെ സഹായിച്ചോണ്ട് അവന് രാത്രി ഡിന്നറിന് വിളിക്കാൻ പറയും. അങ്ങനെ അതുകൊണ്ട് അവള് നേരിട്ട് അവനെ ഡിന്നറിന് വിളിക്കുമ്പോഴാണ് അവന് വരാൻ നോക്കി പറയും. അപ്പോഴാണ് ഇതെല്ലാം കണ്ട് ബോഡി ഗാർഡും എപ്പോ തൊട്ടാ ഇവൻ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് ചോദിക്കും. അങ്ങനെ ഇത് കേട്ട് അവന് മൈൻഡ് ചെയ്യാതെ സാങ്ഷിയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകും. അതേസമയം അവളും ഷെങ് വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും എന്ന് പറഞ്ഞ് അവന് മെസ്സേജ് വിളിക്കുമ്പോഴാണ് അവനിത് കണ്ടിട്ട് കിങ്കോങ്ങിന് എന്നോട് സ്നേഹം ഉണ്ടല്ലോ, എന്തായാലും ഞാൻ പട്ടിണി നടക്കുക, അവളുടെ വീട്ടിൽ പോയി കഴിക്കാം. എന്നിട്ട് അവനും ഒരുങ്ങി സാങ്ഷിയുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് അതേസമയം അവിടെ ജിൻഹാന് നിൽക്കുന്നത്. ഇത് കണ്ട് അവനും ദേഷ്യത്തി എടാ നീ ഇപ്പൊ അതിനെ എങ്ങോട്ടേക്കൊന്ന്? ഏതിനെ ഷെങ് ചോദിക്കുമ്പോഴാണ് അവനും സാങ്ഷി വിളിച്ചാന്ന് പറയും. അപ്പോഴാണ് അവനൊന്നും വിശ്വസിക്കാതെ പോടാ നീ ഓസിന് ഫുഡ് കഴിക്കാൻ വന്നേന്നറിയാം, എന്നെ സാങ്ഷി മെസ്സേജ് അയച്ച് പേഴ്സണലായിട്ട് വിളിച്ച്, പക്ഷെ നീ ഇങ്ങനെ വഴിയിൽ നിന്ന് കയറി വന്നേ, കുറച്ചെങ്കിലും നാണമ്മാനുണ്ടോ? എന്നിനെ ഷെങ്ങും ചോദിക്കുമ്പോഴാണ് ഇവന് മെസ്സേജ് അല്ല നേരിട്ടാ വന്ന് വിളിച്ചെന്നറിയും. അതോടെ അവനും ചമ്മിപ്പോയിരിക്കുമ്പോഴാണ് അവിടെ
അപ്പോഴത്തേക്ക് സാങ്ഷിയുടെ അച്ഛനും വന്നിട്ട് എടാ ഷെങ് നിന്റെ ശബ്ദം അങ്ങ് അകത്തേര് കേൾക്കാല്ലേ. ഓ ജിൻഹാൻ നീയും വന്നിട്ടുണ്ടോ? രണ്ടുപേരും അകത്തേക്കോ? ഫുഡൊക്കെ റെഡിയായി. എന്നിന് അച്ഛനെ വിളിക്കുമ്പോഴാണ് വീട്ടിലേക്ക് വിളിച്ചതിന് നന്ദിന്ന് ജിൻഹാൻ പറയും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് ഇവൻ എപ്പോ തൊട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയെന്ന് ഷെങ്ങു ലുക്ക് കൊടുത്തോണ്ട് അകത്തേക്ക് കയറി പോകും. അങ്ങനെ ഇവരുടെ അകത്തേക്ക് കയറുമ്പോഴാണ് ജിൻഹാൻ ആദ്യമായിട്ട് അവളുടെ വീട്ടിൽ വരുന്നുണ്ട്. സാക്ഷിയും കുറച്ച് ലുക്കായിട്ട് വരാന്ന് പറഞ്ഞ് ഗെറ്റപ്പ് മൊത്തത്തിൽ മാറ്റും. അപ്പോഴാണ് ഇത് കണ്ട് ഇവരുടെ ഷോക്കായി പോകുന്നത്. അങ്ങനെ അവളും ജിൻഹാന്റെ ഫ്രണ്ട് ക്യൂട്ടായിട്ട് ആക്ട് ചെയ്യാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടെ വെള്ളം വന്നോടെ ഇവള് ഞാൻ എടുത്തേക്കാന്ന് പറഞ്ഞ് പഴയതുപോലെ ക്യൂട്ടെല്ലാം മാറും. അതോടെ ഇവൾക്ക് ഇന്ന് സെറ്റ് ആകത്തില്ലെന്ന് പറഞ്ഞ് ഇവെല്ലാം ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കും. അങ്ങനെ സാങ്ഷിയുടെ പേരൻസ് ജിൻഹാനെ നല്ലോണം കെയർ ചെയ്യുമ്പോഴാണ് ഷെങ്ങും ഞാൻ ഇവിടുത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞ് അവനെടുത്ത് കഴിക്കാൻ നോക്കും. അപ്പോഴാണ് അമ്മയെ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് ഇവൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയ കാര്യം പോലും ഞങ്ങളോട് പറയാത്തതിന് ഫുഡില്ലെന്ന് പറയും. അതിനെ ശിവെല്ലാം ഫുഡ് കഴിച്ച് തീരുമ്പോഴാണ് ജിൻഹാൻ അവിടെ കുറെ ട്രോഫി ഇരിക്കുന്നുണ്ട്. ചുമ്മാതല്ല സാങ്ഷി ഇത്ര സ്ട്രോങ് ആയതെന്ന് അവളുടെ അച്ഛനെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട അവളുടെ അമ്മയും മോനെ അങ്ങനൊന്നുമില്ല, അവൾ അത്രയ്ക്ക് സ്ട്രോങ് ഒന്നുമില്ല എന്നിന് അമ്മയും കളിയാക്കുമ്പോഴാണ് അവൾക്ക് നാണം വന്നിട്ട് അമ്മ ജിൻഹാന്റെ ഫ്രണ്ട് എന്നെ ഇങ്ങനെ താഴ്ത്തി പറയാതെ എന്നിന് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് ഷെങ്ങും അതെന്തോ ഞാൻ ഇവിടെ ഇല്ല, നിനക്ക് എന്റെ ഫ്രണ്ട് നാണം കെട്ടാ കുഴപ്പമില്ല എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവളും എടാ നീ ഇവിടെ ഉള്ളതില്ലാത്ത ഒന്ന, എനിക്ക് ജിൻഹാൻ മാത്രമുള്ള വിഷയം എന്നിന് ഇവളും പറയുമ്പോഴാണ് ഇവരുടെ നടുക്കിരുന്ന് ഇതൊക്കെ ജിൻഹാനും കേട്ട് സൈലന്റ് ആയിട്ടിരിക്കും. അതിനുശേഷം അവളുടെ സ്ട്രോങ് കാണിച്ചതെന്നറിഞ്ഞ് അച്ഛന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോകും. അങ്ങനെ ഇതൊക്കെ ഇവരെല്ലാരും കൂടെ കണ്ടോണ്ടിരിക്കുമ്പോഴാണ് അച്ഛനെ അവളെ അടിച്ച് കമത്തിയിടുന്നത്. ഇതോടെ അവളും കരഞ്ഞോണ്ട് അച്ഛാ നിങ്ങൾ ഇവരുടെ ഫ്രണ്ടിങ്ങനെ നാണം കെടുത്താവ്, ഒരു മോൾക്ക് വേണ്ടി തോറ്റെടുക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചൂടെ എന്നിന് ഇവളും കെഞ്ചുമ്പോഴാണ് അച്ഛനും പറയുന്നത് ജുജുത്സു മാച്ച് നടക്കുവാണ് അവിടെ മകള് മോനൊന്നും നോക്കത്തില്ലെന്ന്. ഇത് കേട്ട് ഇവെല്ലാം ചിരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിൻഹാൻ അവന്റെ അമ്മയുടെ അടുത്തുനിന്ന് ഫോൺ കോൾ വരും. അതോടെ അവന് സംസാരിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവന്റെ അമ്മയും ഇവന് പരസ്യത്തിൽ ആക്ട് ചെയ്യാൻ വേണ്ടി കുറെ ഏജൻസിയൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് അവൻ ഇതല്ലാതെ വേറൊന്നും പറയില്ലെന്ന് ചോദിച്ചിട്ട് അവൻ ആ ഫോൺ കട്ട് ചെയ്യും. അപ്പോഴാണ് ഇതെല്ലാം കേട്ട് ഷെങ് അടുത്തേക്ക് വന്നിട്ട് ജിൻഹാൻ നിന്നെ വിളിക്കാനെങ്കിലും ഒരു അമ്മയുണ്ടല്ലോ, പക്ഷെ ചിലവരൊക്കെ മൈൻഡ് പോലും ചെയ്യത്തില്ല എന്നിന് ഇവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ഷെങ് നീ നിന്നെ കുറിച്ചാണോ പറയുന്നത് എന്നിന് അവൻ ചോദിക്കും. അപ്പോഴാണ് അവനും കുറച്ച് ഫീൽ ചെയ്തിട്ട് എടാ ജിൻഹാൻ ഞാൻ ഇവിടുന്ന് ബാസ്കറ്റ്ബോൾ ട്രെയിനിങ്ങിന് വേണ്ടി പോവാ, അത് കുറെ ദിവസം എടുക്കും തിരിച്ചു വരാൻ, അതുവരെ നീ എനിക്ക് സത്യം ചെയ്യണം ഞാനില്ലാത്ത സമയത്ത് കിങ്കുവാങ് ആയിട്ട് ക്ലോസ് ആവില്ലെന്ന്, കാരണം ഞാൻ അവളെ ഫസ്റ്റ് കണ്ട എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവനും ആദ്യം കണ്ടത് അത്രയ്ക്ക് വലിയ കാര്യമാണ്, ഞാൻ വിചാരിക്കുന്നത് റിലേഷനാ ബെറ്റർ എന്ന് എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് ഇത് കേട്ട് അവനും കുറച്ച് പേടിയിലിരിക്കും. ഇവൻ ഇല്ലാത്ത സമയം നോക്കി അവരുടെ കട്ടയെ ക്ലോസ് ആവുമെന്ന്. അതിനുശേഷം ഷെങ്ങിന് മാച്ചിന് വേണ്ടി അവിടെ നിന്ന് പോകുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും ഇവന് പകരമായിട്ട് സാങ്ഷിയും ജിൻഹാനും നോട്ട് ഇട്ടോണ്ടിരിക്കും. അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ ക്ലാസ് ഒരുമിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം ഇത് ഇവന്മാര് ഫോട്ടോ എടുത്ത് അപ്പൊ തന്നെ ഷെങ്ങിന് അയച്ചു കൊടുക്കും. അപ്പോഴാണ് അവനത് കേട്ടിട്ട് എടാ ക്ലാസ്സിൽ അവരുടെ സംസാരിച്ചെന്ന് പറഞ്ഞ് അതൊക്കെ നിങ്ങൾ ഫോട്ടോ അയക്കോ, ചുമ്മാ എന്തായാലൊക്കെ പറയണമെന്ന് പറഞ്ഞിങ്ങനെ എന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ എന്നിന് ഇവൻ പറയുമ്പോഴാണ് അവന്മാരും ബോസ് അതല്ല അവരുടെ ചിരിച്ച് സംസാരിച്ചോണ്ടിരിക്കുക അത്രയ്ക്കും ക്ലോസാ എന്നിന് ഇവന്മാര് ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യത്തി ഇത്രയ്ക്കും ക്ലോസ് ആയിട്ടാണ് അവിടെ ഇങ്ങനെ സമ്മാനിച്ച് പറയുന്നത്, ആദ്യം എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്ക് എന്നിന് ഇവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഷെങ്ങിന്റെ കാർ ആക്സിഡന്റ് ആകുന്നത്. അതിനുശേഷം അടുത്ത സീനി ഇവ ഹോസ്പിറ്റലിൽ കിടക്കുക. അങ്ങനെ ഈ കാര്യമൊക്കെ അറിഞ്ഞ് ഇവരെല്ലാരും കൂടെ അവിടെ ഓടിയെത്തും. അപ്പോഴാണ് ഷെങ്ങിന് കൈ ഒടിഞ്ഞുകൊണ്ട് ഇനി അവന് ബാസ്കറ്റ്ബോൾ കളിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആ വിഷമത്തിൽ അവൻ അവിടെ കിടക്കുമ്പോഴാണ് ഇവരെല്ലാം കൂടെ അകത്തേക്ക് ചെന്ന് അവനെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോഴാണ് സാക്ഷ്യം നിനക്ക് പെട്ടെന്ന് തന്നെ ബോധം വരണം എന്ന് പറഞ്ഞ് അവളിങ്ങനെ ഫീൽ ചെയ്തോണ്ടിരിക്കുമ്പം ഷെങ്ങും പതിയെ കണ്ണുറന്ന് ജിൻഹാനെ നോക്കി കളിയാക്കും. അപ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യത്തി ഇവൻ ചുമ്മാ ആക്ട് ചെയ്യാന്ന് മനസ്സിലാകും, കാരണം അവൻ എപ്പോഴേ ബോധം തെളിഞ്ഞ്. അപ്പോഴാണ് അവന് നൈസിന് സാങ്ഷിയുടെ കൈ ഇങ്ങനെ പിടിക്കാൻ വരുമ്പം ജിൻഹാൻ അവളെ പിടിച്ച് മാറ്റിയിട്ടിട്ട് ഇവന്റെ കൈ അവിടേക്ക് വയ്ക്കും. അപ്പോഴാണ് ഷെങ് ഇങ്ങനെ കണ്ണുറന്നിട്ട് കിങ്കോങ് എനിക്കൊന്നും കുഴപ്പമില്ല ജസ്റ്റ് എന്റെ കൈ ഒടിഞ്ഞെന്നേ ഉള്ളു എന്നിന് അവനും പറയുമ്പോ തന്നെ പിടിച്ചേക്കുന്ന ജിൻഹാന്റെ കൈയാന്ന് അറിഞ്ഞ ഉടനെ അവനും ദേഷ്യത്തിലാവും. അതിനുശേഷം ഇവ എഴുന്നേറ്റ കാര്യം അറിഞ്ഞ് അവന്റെ അച്ഛനമ്മയും കൂടെ അവിടെ കൂടി എത്തും. ഇത് കണ്ട് അവനും കുറച്ച് ദേഷ്യത്തിൽ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് അവന്റെ അച്ഛന് ബിസിനസ് കോൾ വരും. ഇത് കണ്ട് അവനും അർജന്റാണെ പോയിക്കോന്ന് പറഞ്ഞിട്ട് അവന്റെ അച്ഛനെ പറഞ്ഞിടാൻ നോക്കുമ്പോഴാണ് അവന്റെ അച്ഛനും മകൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് മീറ്റിംഗ് വേറൊരു ദിവസം മാറ്റി വെക്കാൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവന് സന്തോഷത്തിലാവും. അതിനുശേഷം അച്ഛനമ്മയും കൂടെ അവരുടെ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ഇവൻ ഡിസ്ചാർജ് ആകുന്നവരെ ഇവിടെ തന്നെ നിൽക്കാന്ന് പറയും. അതോടെ അവന് സന്തോഷത്തിൽ അവന്റെ അമ്മയോട് നൂഡിൽസ് വേണമെന്ന് പറയുമ്പോഴാണ് അവിടേക്ക് ഡോക്ടർ വന്നിട്ട് ഇവന്റെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണെന്ന് പറയും. അതുകൊണ്ട് ഇനി അവന് ബാസ്കറ്റ്ബോൾ ഒന്നും കളിക്കാൻ പറ്റത്തില്ല. ഇത് കേട്ട് അവന്റെ അച്ഛനമ്മയും കൂടെ അവനെ സമാനപ്പെടുത്താൻ നോക്കുമ്പോഴാണ് അവനും ചിരിച്ചിട്ട് ഓ നിങ്ങളൊക്കെ എന്തോ എന്നെ ഇങ്ങനെ നോക്കുന്ന, എനിക്കൊന്നും കുഴപ്പമില്ല, ഈ പ്രാവശ്യം കളിച്ചില്ലെങ്കിൽ എന്ത് അടുത്ത പ്രാവശ്യം ഞാൻ കയറിക്കോളാം എന്നിന് ഇവനും പറയുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരും പറയുന്നത് ഇതാ ലാസ്റ്റ് ചാൻസ് എന്ന്, കാരണം ഇനി അവന് ടീമിൽ ചേരാൻ പറ്റത്തില്ല. ഇതൊക്കെ കേട്ട് അവന് സങ്കടം വന്നാലും അതൊന്നും കുഴപ്പമില്ലെന്ന് ഇവരോടൊക്കെ ചിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ ശിവല്ലാരും കൂടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോഴാണ് അതേസമയം അവൻ അകത്തിരുന്നോണ്ട് ബാസ്കറ്റ്ബോൾ മാച്ച് കണ്ട് അവൻ ഫീൽ ചെയ്തോണ്ടിരിക്കും. അതേസമയം ഇവനെ കാണാൻ വേണ്ടി ടീച്ചറും PT സാറിന്റെ കൂടെ വരുമ്പോ തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി പോകും. അപ്പോഴാണ് അവര് ഫോൺ വിളിച്ച് ഷെങ്ങിനിപ്പോ കുഴപ്പമില്ലെന്ന് പറയുന്നത്. അതോടെ ടീച്ചർ സമാനപ്പെട്ടിട്ട് PT സാറിനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും ഇയാളുടെ വണ്ടി കാരണം നമുക്ക് അവിടെ പോകാൻ പറ്റാത്തതെന്ന്. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഓരോ ദിവസവും ഇവരെല്ലാരും കൂടെ ഷെങ്ങിനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഷെങ് അവന്റെ കൈ ഒടിഞ്ഞുകൊണ്ട് അവൻ എല്ലാ സഹായം
സാങ്ഷിയെ കൊണ്ട് ചെയ്യിപ്പിച്ചോണ്ടിരിക്കും. ഇതൊക്കെ കണ്ട് ജിൻഹാന് ജലസായിരിക്കുമ്പോഴാണ് ഷെങ് ഇവനെ കളിയാക്കുന്നുണ്ട്. അവന് പ്രതികാരം ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷെങ്ങിന് എല്ലാ കാര്യം ഈസി ആയി കൊടുക്കും. അതായത് സാങ്ഷി വെള്ളം എടുത്ത് തരാൻ വന്ന ഇവ അതിനകത്ത് സ്ട്രോ എടുത്ത് വെക്കും. അപ്പോഴാണ് ഷെങ്ങും എനിക്ക് കഴിക്കാൻ ഓറഞ്ച് വേണമെന്ന് പറയുമ്പോൾ ഇവൻ ഡയറക്റ്റ് പുറത്തേക്ക് ചെന്ന് തന്നെ ഓറഞ്ച് ജ്യൂസ് വാങ്ങിച്ചോണ്ട് വരും. അതിനുശേഷം അവനും ഷെങ്ങിന് വാങ്ങിച്ചോണ്ടെന്ന് ഓറഞ്ച് എടുത്ത് കഴിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനും ദേഷ്യത്തി പേഷ്യന്റിനെ കാണാൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവരാതെ പേഷ്യന്റ് അടുത്ത് നിന്ന് സാധനം എടുത്ത് കഴിക്കുന്നതെന്ന് അവനും വഴക്കുറയും. അതിനുശേഷം അടുത്ത ദിവസം അവൻ ഇത് കേട്ട് അവന്റെ വീട്ടിലിരുന്ന് മറ്റേ റോസപ്പ് എടുത്തോണ്ടെന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് ഇവനും സാങ്ഷിയും കൂടെ പോകുന്ന വഴിക്ക് ജിൻഹാൻ ആരാണ്ട് ദൂരെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കും. ഇത് കണ്ട് അവനും സാങ്ഷി സേഫ് ആക്കിയിട്ട് നമ്മൾ രണ്ടുപേരും ആരാണ്ട് ഫോട്ടോ എടുക്കുന്നെന്ന് അവനും അവളെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോഴാണ് അറിയാതെ അവന്റെ കൈ മുറിയുന്നത്. അതിനുശേഷം ഇവർ രണ്ടുപേരും അവിടെ നിന്ന് എസ്കേപ്പ് ആയി ഷെങ്ങിനെ കാണാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവൻ ആ റോസോപ്പ് എടുത്ത് വെക്കുമ്പോൾ തന്നെ ഷെങ്ങിനെ വിളിയിട്ടും ഇത് അവന്റെ വീട്ടിലിരുന്ന മറ്റേ സാധനമാണ്. അതിനുശേഷം അവനും ജിൻഹാന്റെ കയ്യിൽ മുറിവ് കണ്ടിട്ട് ഇതെങ്ങനെ പറ്റും ചോദിക്കുമ്പോഴാണ് സാങ്ഷി ഇത് കണ്ടിട്ട് അവള് പോയി ബാൻഡേജ് വാങ്ങിച്ചോണ്ടെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഷെങ്ങും അതൊന്നും കുഴപ്പമില്ല, എന്റെ കയ്യിൽ ബാൻഡേജ് ഉണ്ട്. എന്നിട്ട് അവന് വേണ്ടി വാങ്ങിച്ച തുണിയൊക്കെ ഇവന്റെ കൈക്കകത്ത് ഇങ്ങനെ കെട്ടിവെക്കും. അപ്പോഴാണ് അവനത് കണ്ടിട്ട് എന്റെ ചെറിയ മുറിവിനാണോ ഇത്രയും വലിയ കെട്ട് കിട്ടുന്നത്. എന്നിട്ട് ജിൻഹാൻ ഇതെല്ലാം സഹിച്ചോണ്ട് അവളുടെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ബാക്കിൽ നിന്ന് ആ റിപ്പോർട്ടറും ഇവന്റെ കൈ മുറിഞ്ഞിരിക്കുന്നതും അടുത്ത് സാങ്ഷികളിലേക്ക് ഫോട്ടോ എടുത്ത് വെക്കും. അതിനുശേഷം ഈ കാര്യം സോഷ്യൽ മീഡിയ മൊത്തം സ്പ്രെഡ് ആവും, ഇവള് ജിൻഹാന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞ്. അതിനുശേഷം ഈ കാര്യമെല്ലാം കേട്ട് അവന്റെ അമ്മ അവന് വഴക്കുറയുമ്പോഴാണ് അവന് ഫ്രണ്ടിനോട് ഹോസ്പിറ്റലിൽ പോയതാന്ന് പറഞ്ഞ് ആദ്യം ഈ കാര്യം എങ്ങനെയൊക്കെ അവന്റെ അമ്മയെടുത്ത് സോൾവ് ചെയ്യാൻ വേണ്ടി പറയും. അതേസമയം സാങ്ഷിയും സ്കൂളിലേക്ക് ചെന്നോണ്ടിരിക്കുമ്പോഴാണ് ജിൻഹാന്റെ ഫാൻസ് ഒക്കെ ദേഷ്യത്തി ഇവളുടെ അടുത്ത് മനപ്പൂർവ്വം വെള്ളം ഒഴിച്ചിട്ട് പോകും. ഇതൊക്കെ കണ്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ ക്ലാസ്സിലേക്ക് ചെന്നിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ജിൻഹാനും അവൻ ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന അറിയും. അപ്പനാണ് അത് കേട്ട് അവളും കൂളായിട്ട് അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ആ ഫോട്ടോയ്ക്കകത്ത് എന്റെ ഫേസ് ബ്ലറായിട്ടിരിക്കുക, അതുകൊണ്ട് ആർക്കും പിടി കിട്ടത്തില്ല എന്നിന് ഇവളും കൂളായിട്ട് എടുക്കും. അതിനുശേഷം ജിൻഹാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഇവ രണ്ടുപേരും കൊച്ചുകാലത്തെ ഫ്രണ്ട്സ് ആണെന്ന് കള്ളം പറയും. അപ്പനാണ് ഈ ന്യൂസ് കണ്ട് സാക്ഷി വിശ്വസിച്ച് അപ്പൊ ജിൻഹാൻ എന്റെ കൂടെ LKG തൊട്ടേ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവളും പഴയതൊക്കെ ഓർത്ത് വെക്കും. അപ്പനാണ് അവൾക്കൊരു ഓർമ്മയില്ല ഇവന്റെ കൂടെ പഠിച്ച പോലെ. അതിനുശേഷം അവളും കൊച്ചുകാലത്തെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കുമ്പോഴാണ് അതിനകത്ത് വേറെ ഏതോ പയ്യനൊക്കെ ഗസ് ചെയ്ത് അത് ജിൻഹാനാന്ന് വിചാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അവൾ ഇത് കൺഫേം ചെയ്യാൻ വേണ്ടി നേരിട്ട് ജിൻഹാന്റെ വീട്ടിലേക്ക് പോകും. അതിനുശേഷം അവള് സന്തോഷത്തി അപ്പൊ നമ്മൾ പണ്ട് തൊട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിക്കുമ്പോഴാണ് അവൻ ആ ന്യൂസ് നിർത്താൻ വേണ്ടി കള്ളം പറഞ്ഞെന്ന് പറയാൻ വരും. പക്ഷെ അവളുടെ സന്തോഷം കണ്ടിട്ട് ഇവന് സത്യം പറയാനും തോന്നത്തില്ല. അങ്ങനെ അവളെ ഫോട്ടോയെ കാണിച്ചിട്ട് ഇതിനകത്ത് അവൻ എവിടാന്ന് ചോദിക്കുമ്പോഴാണ് അവൻ എന്തോ പറയുന്നറിയാതെ അതിനകത്ത് ഒരാളിങ്ങനെ തൊടും. അപ്പോഴാണ് ഇത് കണ്ട് അവള് ഷോക്കായി, ചുമ്മാ അതല്ല എനിക്ക് നിന്നെ കണ്ട പോലെയൊക്കെ തോന്നിയ. എന്നിട്ട് അവളും പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇവളിത് വിശ്വസിച്ചെന്ന് പറഞ്ഞ് അവന് ചെറിയ ടെൻഷൻ ഇരിക്കും. അപ്പോഴാണ് അവളും ഓർത്ത് നോക്കിയിട്ട് അയ്യോ ഇത് ഷെങ്ങ, അതുകൊണ്ട് എനിക്ക് എവിടെ കണ്ട പോലെ തോന്നിയ. ജിൻഹാൻ ഇതിനകത്ത് നീ എവിടാ എന്നിട്ട് ഇവള് ചോദിക്കുമ്പോൾ അവൻ എന്റെ അടുത്തുള്ളതെന്ന് പറയും. അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നീ ആയിരിക്കുമെന്ന്, പക്ഷെ നിന്റെ ഫേസ് നല്ലോണം മാറ്റമുണ്ട് എന്നിട്ട് ഇവളത് വിശ്വസിക്കുമ്പോഴാണ് അവനെങ്കിൽ പിന്നെ ഇവളുടെ സന്തോഷത്തിന് വേണ്ടി അവന് മിണ്ടായിരിക്കും. അതിനുശേഷം സാക്ഷി അവിടെ നിന്ന് പോകുമ്പോഴാണ് ബോഡി ഗാർഡും ചോദിക്കുന്നത് എന്തിനാ വെറുതെ സത്യം പറയാതെ അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാന്ന് കള്ളം പറഞ്ഞും ചോദിക്കും. അപ്പോഴാണ് അവനും അവൾ ഇത്രയും സന്തോഷപ്പെടുന്നുണ്ട് വെറുതെ സത്യം പറഞ്ഞ് അത് ഇല്ലാതാക്കണ്ടെന്ന് അവനും ബോഡി ഗാർഡിനെ പറഞ്ഞ് മനസ്സിലാക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സാങ്ഷിയും ജിൻഹാനെ കാണാൻ വേണ്ടി എന്നിട്ട് ഇവൾക്ക് ഇവന്റെ കൂടെ ഉള്ള പഴയ മെമ്മറീസ് ഒന്നും ഓർമ്മയില്ലെന്ന് പറഞ്ഞ് ആ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഇവർ രണ്ടും ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയും. അങ്ങനെ ജിൻഹാനെ വിളിച്ചോണ്ട് ഇവര് പണ്ട് എവിടേക്കാണ് പോയ ആ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അവൾക്ക് അവസാനം വരെ ഇവന്റെ ഒരു ഓർമ്മയും കിട്ടത്തില്ല. അങ്ങനെ അവള് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവന് സഹിക്കാൻ പറ്റാതെ നമുക്ക് വേണേൽ പുതിയ മെമ്മറി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് പാർക്കിലേക്ക് പോകും. അപ്പോഴാണ് അവളും വീണ്ടും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി മാസ്ക് ഇട്ടുകൊണ്ട് വരുമ്പം ഇത് കണ്ട് അവനും ചിരിച്ചിട്ട് ഇന്നത്തെ ദിവസം നമ്മളല്ലാതെ വേറെ ആരും വരത്തില്ലെന്ന് അവൻ ആ മാസ്ക് വരാൻ പറയും. കാരണം ഇവിടുത്തെ ഉടമയോട് അവൻ ഫ്രീ ആയിട്ട് ഇവരുടെ പാർക്ക് പരസ്യം ചെയ്തു തരാന്ന് പറഞ്ഞാണ്. പക്ഷെ അതിന് പകരമായിട്ട് അവര് ഇവന്റെ കൂടെ ജോലി ചെയ്യുന്ന ആ ചെങ്ങനായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞാണ്. അങ്ങനെ സാക്ഷിക്ക് വേണ്ടി അവനെ സഹിച്ചോണ്ട് അവർ രണ്ടുപേർക്കും വീഡിയോ കോൾ ചെയ്ത് കാണും. അങ്ങനെ ഇതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവനും സാക്ഷിയോട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഈ കാര്യം എല്ലാം കൂടെ ഷെങ്ങിന്റെ കൂട്ടുകാരന്മാരെന്ന് അവനോട് പറയുന്നത്. അതോടെ അവന് ഷോക്കായി, എന്തുവാ ജിൻഹാൻ എന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടോ? ആ പൊട്ടൻ ചുമ്മാ അങ്ങനെ കിങ്കോങ്ങിനെ പറഞ്ഞ് പറ്റിക്കുക, അവനൊന്നും ഞങ്ങളോട് പഠിച്ചിട്ടില്ല. ഏതിന് അവൻ ഈ സത്യം പറയാൻ വേണ്ടി ഡിസ്ചാർജ് ആയി അടുത്ത ദിവസം തന്നെ സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ അവനും ക്ലാസ് തുടങ്ങിയതിന് ശേഷം പതിയെ ഒന്ന് ഇരിക്കാൻ നോക്കുമ്പോഴാണ് ടീച്ചർ ഇവനെ പൊക്കുന്നത്. അതോടെ അവനും ചിരിച്ചോണ്ട് ഇനി തൊട്ട് നേരത്തെ വരാൻ ടീച്ചർ എന്ന് പറയുമ്പോഴാണ് ടീച്ചറും അവരെല്ലാരും കൂടെ അവനൊരു വെൽക്കം പാർട്ടി വെച്ചേക്കും. അങ്ങനെ എല്ലാരും അവന് ക്ലാപ്പ് അടിച്ച് വെൽക്കം ബാക്ക് ഷെങ് എന്ന് പറഞ്ഞ് അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് ഇതൊക്കെ കണ്ട് അവന് സന്തോഷത്തി അവർക്കെല്ലാം താങ്ക്സ് പറയും. എന്നിട്ട് അവൻ ഇന്റർവെൽ സമയത്ത് ടീച്ചറും പിള്ളേർക്ക് ഇത്ര സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞ് സന്തോഷത്തിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിൻഹാന് സാങ്ഷൻ കൂടെ വരുന്നത്. അപ്പോഴാണ് ഇവരെ കണ്ട് ദേഷ്യത്തി ജിൻഹാൻ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞെല്ലാം വെറും കള്ളമെന്ന് പറയും. അപ്പോഴാണ് സാങ്ഷി അവനോട് പറയുന്നത്, എടാ ഷെങ് എനിക്ക് ആദ്യം ഓർമ്മയില്ലായിരുന്നു ഇവ നമ്മുടെ കൂടെ പഠിച്ചാണെന്ന്, പക്ഷെ ഞാൻ കുറെ ആലോചിച്ച് നോക്കി എന്നിട്ടാ മനസ്സിലായ നമ്മുടെ ക്ലാസ് ഫോട്ടോയ്ക്കകത്ത് നിന്റെ അടുത്ത് നിന്ന് ഇവനാണ്. എന്നിട്ട് ഇവള് പറയുമ്പോഴാണ് അവനും എന്തുവാ ഇവന്റെ അടുത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തെന്നോ? അതൊന്നും സാധ്യതയില്ല, ഇവൻ നിന്നെ ചുമ്മാ പറ്റിക്കാൻ നോക്കുക, അത് വേറെ ഏതായാലും പയ്യനായിരിക്കും. എന്നിട്ട് ഇവനും പറയുമ്പോഴാണ് അവള്
ഷെങ്ങിനെ എങ്ങനെയൊക്കെ വിശ്വസിപ്പിക്കാൻ നോക്കും. അങ്ങനെ ക്ലാസ് സമയത്തും പണ്ട് അവര് ഡ്രാമയ്ക്കകത്ത് ആക്ട് ചെയ്തപ്പം ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് ആക്ട് ചെയ്തെന്ന് പറയും. അപ്പോഴാണ് അവൻ ഓർത്ത് നോക്കിയിട്ട് കിങ്കോങ് നമ്മൾ 2 പേരും ഉള്ളായിരുന്നു, ഞാൻ രാജാവ് നീ റാണി, മൂന്നാമത് അവിടെ ആരില്ലായിരുന്നു. ഏതിന് ഇവൻ പറയുമ്പോഴാണ് അവളും എടാ മണ്ട 3 പേരുണ്ടായിരുന്നു, ഞാൻ റാണി, ജിൻഹാൻ രാജാവ്, പിന്നെ നീ ആയിരുന്നു വില്ലൻ. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവനും എന്തുവാ ഞാൻ വില്ലനോ, ഇപ്പൊ നീ പറയുന്ന സത്യമാണോ, എങ്കിൽ പിന്നെ എനിക്കെന്തോ ഓർമ്മ കിട്ടാത്ത, എനിക്ക് അത്രയ്ക്കും മറവിയായിപ്പോയോ. ഏതിന് അവനും പറയുമ്പോഴാണ് ഇതൊക്കെ കേട്ട് ജിൻഹാനും ചിരിച്ചോണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഷെങ്ങും കുറെ ആലോചിച്ച് നോക്കിയിട്ട് ആ നാടകത്തിൽ മൊത്തം 3 പേരുണ്ടായിരുന്നു, എനിക്കിപ്പോ മനസ്സിലായി. അപ്പൊ നീ ആയിരുന്നോടാ പാവപ്പെട്ട പയ്യൻ, നിന്നെ കുറെ പൊടിപ്പിള്ളേർ റാഗ് ചെയ്തോണ്ടിരുന്നു. ആ സമയത്ത് ഞാനും ഷാങ്ഷിയും കൂടെ നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത. ഓ അപ്പൊ ആ പാവപ്പെട്ടവൻ നീ ആയിരുന്നല്ലേ. ഏതിന് ഇവനും പറയുമ്പോഴാണ് ജിൻഹാനൊന്നും മനസ്സിലാവാതെ ഷോക്കായിരിക്കും. അപ്പോഴാണ് ഇവര് സംസാരിക്കുന്നൊക്കെ ലീലയും കേട്ട് ദേഷ്യത്തിരിക്കും. കാരണം ഷെങ് പറയുന്ന ആ പയ്യൻ ഇവളാണ്, കാരണം ആ കൊച്ചുകാലത്തെ ഫ്രണ്ട് ലീലയായിരുന്നു. അപ്പോഴാണ് ഷെങ് അവനോട് പറയുന്നത് എടാ ജിൻഹാൻ നീ 4ാം ക്ലാസ്സിൽ എങ്ങാണ്ട് താമസം മാറിപ്പോയി അല്ലേ, അതുകൊണ്ട് എനിക്ക് നിന്നെ ഓർമ്മ കിട്ടാത്ത. എന്നിട്ട് ഇവൻ പറയുമ്പോഴാണ് അവനും ആണ് ഞാൻ 4ാം ക്ലാസ്സിൽ താമസം മാറിപ്പോയി. ഏതിനെ ജിൻഹാൻ തന്നെ വിശ്വസിക്കാൻ തുടങ്ങും ഇനി ഇവൻ വല്ലം ഇവരുടെ കൂടാണ് പഠിച്ചെന്ന് പറഞ്ഞ്. കാരണം അതേപോലെ ലീലി അവിടെ നിന്ന് താമസം മാറിപ്പോയി കാണും. അതിനുശേഷം ഇവര് 3 പേരും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് നിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് അവിടേക്ക് ലീലി അവളുടെ കൂട്ടുകാരും കൂടെ വരും. അതിനുശേഷം എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കാൻ പറഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഫുഡ് ഓർഡർ ചെയ്യും. അപ്പോഴാണ് അവിടുത്തെ സ്റ്റാഫും വന്നിട്ട് ഇന്ന് ഇവരുടെ ആനിവേഴ്സറി ആയതുകൊണ്ട് കസ്റ്റമേഴ്സിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് സ്പെഷ്യലായിട്ട് അവിടെ ഒട്ടിക്കുന്ന പറയും. അപ്പോഴാണ് ഷെങ്ങിനെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവര് കൊച്ചുകാലത്ത് ഈ റെസ്റ്റോറന്റ് വന്ന് കാണും. അന്ന് ഇവർ 3 പേരും കൂടെ ഇതേപോലെ ആനിവേഴ്സറിക്ക് വന്നുകൊണ്ട് അവരുടെ ഫോട്ടോ എടുത്ത് അവിടെ ഒട്ടിച്ച് കാണും. അങ്ങനെ അതിനകത്ത് കണ്ട അത് ജിൻഹാനാണോ അല്ലേന്ന് മനസ്സിലാവുന്ന പറഞ്ഞ് ഷെങ്ങും പെട്ടെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവരുടെ കൂടെ തന്നെ ഒരു തടിച്ചു പയ്യൻ അവിടെ നിൽക്കും. അങ്ങനെ അതും കണ്ടിട്ട് അവനും വന്ന് എനിക്ക് ആളാരാ പിടികിട്ടിയെന്ന് ഇവരോടൊക്കെ പറയുമ്പോഴാണ് ജിൻഹാനും പേടിക്കും ഇവനല്ലെന്ന് സത്യം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞ്. അപ്പോഴാണ് അവനും പറയുന്നത് കിങ്കോങ് ഇവൻ കൊച്ചുകാലത്ത് നല്ല തടിയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇവനെ മനസ്സിലാവാത്ത. ഞാനിപ്പോ അകത്ത് ആ ഫോട്ടോ ഇട്ടൊന്ന് നമ്മൾ 3 പേരും കൂടെ പണ്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവനും പറയുന്നതൊക്കെ ലീലയെ കുറിച്ചാണ്, അതുകൊണ്ട് അവളും കേട്ടിട്ട് മൈൻഡ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കും. അപ്പോഴാണ് ലീലയുടെ കൂട്ടുകാരെ ഇത് വാങ്ങിച്ചു നോക്കിയിട്ട് ഇതൊരു പെങ്കോച്ചാന്ന് പറഞ്ഞ ഉടനെ സാങ്ഷിങ് ഷെങ്ങിന് മനസ്സിലാവും ഇത് ജിൻഹാൻ അല്ലെന്ന്. അതിനുശേഷം ജിൻഹാനും അവളോട് സോറി ചോദിക്കുമ്പോഴാണ് അവൾ ഇവളുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ അങ്ങനെ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞ് അവള് കൂളായിട്ട് എടുക്കും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഷെങ് ഇവനെ കണ്ടിട്ട് വെറുതെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞെന്ന് ഇവനോട് സോറി ചോദിക്കാൻ പറയുമ്പോഴാണ് അവനും പെട്ടെന്ന് തന്നെ സോറി ചോദിക്കും. അപ്പോഴാണ് ഇവന് ഞെട്ടിയിട്ട് എന്തോടാ ഇത്ര എളുപ്പത്തിൽ സോറി ചോദിച്ചു, ഞാൻ വിചാരിച്ചു നീ കുറച്ച് ആറ്റിറ്റ്യൂഡ് കാണിക്കുമെന്ന്. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ജിൻഹാൻ ഒരു കോഫി കൊടുത്തിട്ട് ബി കൂൾ മാൻ എന്നിട്ട് അവനും ക്ലാസ്സിലേക്ക് പോകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.